പറയരുത്. എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങോട്ട് ചെല്ലങ്ങളെ. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? അതുകൊണ്ട് ഞാൻ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത് എന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കണം. എന്റെ പൊന്നുമോനെ, കാഴ്ച ബംഗ്ലാവിൽ കൂട്ടിക്കിടക്കുന്ന സിംഹത്തിന്റെ നാക്ക് പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ പോയി നാക്ക് പഠിക്കാം. അല്ലാതെ നിന്റെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോകത്തില്ല. പോയി തന്നെ അവൻ ഈ ടെലസ്കോപ്പിൽ കൂടെ എന്നെ തള്ളക്കി വിളിക്കും. അതുകൊണ്ട് ഞാൻ പോയി പറയത്തില്ല. നീ നിന്റെ പണി നോക്ക്. അങ്കിളെ, ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്കിളുടെ പേര് എഴുതി വെച്ച് അങ്കിളുടെ വീട്ടിൽ വന്നിട്ട് തൂങ്ങിച്ചാവും. അയ്യോ, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു നോക്കാം. അത്രേ എനിക്ക് പറ്റൂ. അയ്യോ, ഇതെങ്ങനെ പറയും? എന്റെ 3 അറ്റാക്ക് കഴിഞ്ഞവനാ. ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ഒരു രോഗി. സൂപ്പർ കുടുംബ ഡോക്ടർ. എന്നാ പിന്നെ നീ ഒന്നും ഉണ്ടാക്കും. എനിക്കത് പറയാൻ പറ്റത്തുണ്ട്. ആ ക്യാരക്ടറിനെ നിന്നെ ഏൽപ്പിച്ചേ. വ്യായാമം എന്നൊക്കെ പറഞ്ഞു കേട്ടടാ. ആദ്യമായിട്ടാണ് 3 അറ്റാക്ക് വന്നൊരു രോഗി വ്യായാമം ചെയ്യുന്നത്. അടിപൊളി കേട്ടോ. അതിന് ആര് വ്യായാമം ചെയ്ത്? പിന്നെ എടാ, ഞാൻ മേടിച്ച 5-6 മുട്ടായി തന്നെ തറയിൽ പോടാ. അതെല്ലാം ഭാര്യ വെക്കുമായിരുന്നു പിന്നെ തിന്നാൻ വേണ്ടി. എടാ വാസു, ഞാനൊരു വേറൊരു കാര്യം പറയാനോന്നാ. ഇപ്പൊ സമൂഹത്തിലൊക്കെ നടക്കുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള്. എടാ, ഒരു ചെറുക്കനും പെണ്ണും ഇഷ്ടത്തിലായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇപ്പോഴുള്ള കാലത്ത്? എന്ത് കുഴപ്പം? എടാ, ചെറുപ്പക്കാര് പിള്ളേരാകുമ്പോ സ്നേഹിക്കണം. കുഴപ്പമില്ലാതെ. അപ്പോ അവര് ഇങ്ങനെ ഇഷ്ടത്തിലായിട്ട് വീട്ടിൽ വിളിച്ചോണ്ട് വരുമ്പോൾ കാരണവന്മാർ വല്ലതും പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എടാ, തന്ത അങ്ങ് തീർക്കണോടാ. പിള്ളേര് കൂടെ നിന്നില്ല പിന്നെ തന്ത എന്തിനു ജീവിച്ചിട്ട് തന്ത അങ്ങ് തീർത്തേക്കണോടാ അവരെ. ആ വിളിച്ചോണ്ട് വന്ന ഉദാഹരണം പറഞ്ഞ പയ്യൻ നിന്റെ മകനുമായാൽ നീ എന്തു ചെയ്യും? അത് വന്ന് പറയുന്നതിന്റെ മുട്ടിന്റെ ചേട്ട ആദ്യം ഞാൻ അടിച്ചങ്ങ് പൊട്ടിക്കും. പോയത് പറഞ്ഞിട്ടോ ഡോക്ടറെ. ആ തന്റെ നീയും ആ പറഞ്ഞ മോൻ നിന്റെ മോനുമാ. അവന്റെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വെളിയിൽ പോട്ട്. എന്നിട്ട് ഇപ്പഴാ പറയുന്നത് വൃത്തിയായിട്ടവരെ. അത് ശരി, എക്കും പൊക്കം ചെയ്യാത്തൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നവൻ അച്ഛനെ വീട്ടിൽ കയറ്റാ ഇറങ്ങി. അങ്ങനെ എന്നെ വീട്ടിൽ കയറ്റുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. എനിക്കുള്ള അവകാശം അവകാശം നീ സപ്പോർട്ട് ചെയ്യുന്നോളാ നീ അവന് അവകാശം. നിന്റെ അവകാശം നിനക്ക് വേണമല്ലടാ. നിനക്ക് നിന്റെ അവകാശം ഇപ്പം തരാം. നിന്റെ അവകാശമേ കാണ്ടേ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒരു ചാർജർ, ഒരു ഹെഡ്സെറ്റ്. അല്ല, നീ സ്വന്തമായിട്ട് എന്തോടാ നീ ഉണ്ടാക്കിയത്? വൃത്തിയായിട്ടവനെ എടുത്തോണ്ട് പോടാ. നിന്റെ തള്ള ഞാൻ വിളിച്ചു പറയട്ടെ. എടീ, നിന്റെ മോനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നടി കേട്ടാ. ഇത് കണ്ട ഡോക്ടറെ, ഒരു കാര്യം ചെയ്യാവോ? അങ്കിളെ, ഒരു സംഭവം ചെയ്യാം. ഇപ്പൊ മെഡിക്കൽ റിസൾട്ട് അച്ഛന് ഇത് കൊടുക്കാൻ വന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അച്ഛന് എല്ലാം കൂടുതലാന്ന് പറ. അച്ഛൻ ഏതാനും മിനിറ്റുകൾക്കൊക്കെ മരിക്കുമെന്നും പറ. ചെറുക്ക ഇതിനെല്ലാം നോർമലല്ലേ? നോർമൽ എല്ലാം കൂട്ടി എഴുതുന്നു. ഞാനത് എങ്ങനെ ചെയ്യോടാ? എനിക്ക് അത് ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ വന്ന് കെട്ടി തൂങ്ങി ചാവേ. അയ്യോ, ഞാൻ എഴുതാം. ഷുഗർ എത്ര ഉണ്ട്? എടാ, ഷുഗർ ഇപ്പൊ കുറവാണ്. 110 ഉള്ളൂ. 1000 എഴുത്. നിന്റെ അച്ഛനത്തോടെ കൽക്കണ്ടം ഫാക്ടറിയോ? പിന്നെ കൊളസ്ട്രോൾ എത്ര ഉണ്ട്? കൊളസ്ട്രോൾ ഇപ്പൊ 40 ഉള്ളൂ. ഒരു 800 എഴുത്. ഓ, അടുത്ത പെരുന്നാളിന് വെട്ടാൻ നിർത്തിക്കുന്ന പോത്താന്നോടാ ഇവൻ. വരുന്നുണ്ട്. എല്ലാം കൂടുതലാന്ന് പറ. എന്നെ അങ്ങനെ വീട്ടിൽ കയറ്റി കേട്ടാ. പോയില്ലടാവൻ, പോയടാവൻ. പൊക്കോണം വാഴപ്പടയത് ഒന്നാളതില്ലേ കേട്ടോ. അവൻ പോന്നേ പോട്ടാ. നീ നിന്റെ ആരോഗ്യം നോക്കണ വാസു. ആരോഗ്യം? അല്ല, എനിക്ക് ആരോഗ്യത്തിന് എന്തോ കുഴപ്പം? എടാ, നിന്റെ റിസൾട്ട് എല്ലാം വന്നു. നിനക്ക് കൊളസ്ട്രോള്, ഷുഗർ എല്ലാം കൂടുതലാ. നിന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നശിച്ചുകൊണ്ടിരിക്കുക. നീ 5 മിനിറ്റിനകത്ത് വെച്ച് ചാവും. നീ 5 മിനിറ്റ് ചാവും. 5 മിനിറ്റ് ചാവും. അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ചാവത്തൊന്നുമില്ല. നിന്റെ കൈയുടെ വിരലിനിടയിലൊക്കെ തരിക്കുന്നുണ്ടോ? അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ മുത്ത എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഹെൽത്ത് ഓക്കെയാ. നെറ്റിയൊക്കെ വിയർക്കുന്നുണ്ടല്ലോ. നിനക്ക് തോന്നിയടാ അത്. ഒരു പ്രശ്നമില്ല എനിക്ക്. ഞാനേ ഇവിടെ പയറ് പോലെ നിൽക്കൂടാ. എനിക്ക് ഇവിടെ അവസാനമായിട്ട് കുറെ ആഗ്രഹമൊക്കെ ഉണ്ടാ. എന്താഗ്രഹം? എനിക്ക് കുറെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ ചാവുന്നതിന് മുമ്പേ ഒരു വൺമാൻ ഷോ അങ്ങ് ചെയ്താലോ? 36 വർഷമായടാ ബെൻസേ. അല്ലാതെ വേണ്ട, ചിലപ്പോ കോപ്പിറൈറ്റ് അടിക്കും. അളിയാ, ഒരു കാര്യം ചെയ്താലോ? എന്നൊരു പാട്ട് പാടിയാലോടാ. നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ എനിക്ക് ഉള്ള സത്യമൊക്കെ വിളിച്ച് പറഞ്ഞു അളിയാ. അളിയാ, അല്ലെങ്കിൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല അളിയാ. എനിക്കുള്ള സത്യം വിളിച്ച് പറയണം. ഞാനിപ്പോ ചാവേ. അയ്യോ ചേച്ചിയേ, എനിക്ക് വിളിച്ച് പറയണേ. ഞാനിപ്പോ ചാവേ. അയ്യോ,
ചേച്ചിയെ ചേച്ചിയെ ഞാൻ ദ്രോഹിച്ചു ചേച്ചി. ചേച്ചിയെ ഞാൻ ദ്രോഹിച്ചേ. ഈ ഇടവേള സമയത്ത് തിന്നാൻ വേണ്ടി 2 ചാക്ക് മിച്ചർ മേടിച്ചു വെക്കത്തില്ലായിരുന്നു. ആ മിച്ചർ അടിച്ചു മാറ്റിയ ഞാനാ. ചേച്ചിയുടെ വായിക്ക് ഇച്ചിരി റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അയ്യോ അല്ലടി, എനിക്ക് എന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. എനിക്ക് എല്ലാം തുടർന്ന് പറയാനുള്ള നസീർക്ക ചിരിക്കണ്ട. ഞാൻ അവിടെ ഒരു പണി തന്നിട്ടുണ്ട്. അയ്യോ ഇക്കടെ ഒരു പരിപാടി ഞാൻ വിളിക്കാൻ ക്യാൻസൽ ചെയ്ത്. ഇവിടെ ഒന്നുമല്ല, ചന്ദ്രനില്. ഇനി അവിടെ കൂടെ ഉള്ളു പോകാൻ. അങ്ങനെ ചോദിക്കണം ഞാനങ്ങ് ക്യാൻസൽ ചെയ്ത്. എന്നോട് ലഭിക്കണേ. ഞാനിപ്പോ ചാവേ. അയ്യോ അയ്യോ നിങ്ങളുടെ കൊച്ച് എന്റെ കൊച്ചിന് ഞാനൊരു പണി കൊടുത്തടാ. എന്റെ കൊച്ചിന് പണി കൊടുത്ത്. എന്റെ പൊന്നുമോനെ, നീ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ കാശുണ്ടാക്കി നീ ഒരു കാറ് മേടിച്ചില്ലടാ. ഒരു പുലി ഇങ്ങനെ നിൽക്കുന്നേ ജാഗൂർ. അതിനകത്ത് കമ്പി വെച്ച് ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടെന്ന് എഴുതി വെച്ച ഞാനാടാ. എന്റെ മോനെ ക്ഷമിക്കണേ. എടാ കാർത്തിയേ, വന്നാടാ. എന്തോ അവനും കൊടുത്തൊരു പണി ഞാൻ. അവനും കൊടുത്തു പറയും. കൊച്ചാ നിന്റെ കല്യാണത്തിന് എല്ലാരും ഓരോ പ്രസന്റേഷനെ കൊണ്ടുവന്നില്ലടാ. ഒരു കാലി കവറിനകത്ത് മഞ്ജുപ്പിള്ളന്ന് എഴുതി തന്നില്ലേ, ഞാനാടാ. നീ ചമ്മന്ന് എനിക്ക് കാണണേ. അയ്യോ അളിയാ, ഞാൻ ചാവേ. ഞാനിപ്പ ചാവേ. ഞാനളിയാ, ഞാനിപ്പോ ഒരാടാ. ഇത് കണ്ടാടാ നീ ഇത് എന്തൊക്കെ കാണിക്കുന്നത്? അങ്കിൾ ഇത് മൊത്തം കൈവിട്ട് പോവാണ്. അച്ഛൻ വരുമ്പോഴത്തേക്ക് ഉള്ള സത്യം എല്ലാം കൂടെ വിളിച്ച് പറയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ അച്ഛൻ വിളിച്ച് പറയും. എന്തെങ്കിലും പറഞ്ഞ് അതൊന്ന് ഒഴിവാക്ക്. ഞാൻ പറയൂ. അയ്യോ നീ ഒരുങ്ങി എവിടെ പോകുന്നത്? ഞാൻ എങ്ങും പോവാനടാ. ചിലപ്പോ ഞാൻ 5 മിനിറ്റിനാണ് ചത്താലേ. ചിലപ്പോ നീയൊക്കെ എന്നെ ഒരുക്കിയില്ലെങ്കിലോ ചത്ത് കിടന്നാല് ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ. അയ്യോ അളിയാ, ഞാനിപ്പ ചാവേ. എടാ അങ്ങനൊന്നും അല്ലടാ, ഞാനൊരു കാര്യം. ഹലോ ദിസ് ഈസ് കാൾ ഫ്രം അമേരിക്ക. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ഈ വർഷം തിരഞ്ഞെടുത്ത മികച്ച ഡോക്ടർ താങ്കളാണ്. താങ്കൾ കണ്ടുപിടിച്ച ഗുളികയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. അവാർഡ് നിങ്ങൾക്കാണ്. എനിക്ക് അമേരിക്കൻ അവാർഡ് എനിക്ക് കിട്ടി. എനിക്ക് മെഡിക്കൽ അസോസിയേഷന്റെ അവാർഡ്. അയ്യോ അതെ ഞാന് മിക്കവാറും 5 മിനിറ്റത്തേക്ക് ആവും. അപ്പൊ എന്റെ ചടങ്ങിന് വന്നിട്ടേ പോവാള്. അല്ലാതെ എന്റെ കല്യാണത്തിന് വന്നല്ല 3 പന്തി തിന്നിട്ട് പാഴ്സല് കൊണ്ട് പോകരുത്. ചിലപ്പോ ഇഡലി ആയിരിക്കും കേട്ടോ. ഞാനിപ്പ ചാവേ. തുളസി എന്റെ അമ്മോ, ഞാനിപ്പ ചാവേ. കണ്ടാ ഒരുത്തൻ ചാവാൻ നേരത്തെ ഒരുത്തൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന നോക്ക്. അളിയോ എടാ ഞാൻ എന്റെ പെണ്ണുമ്പിളെടുത്ത് പറഞ്ഞടാ. എന്റെ ഭാര്യ എന്റെ ചങ്കിന്റെ അടുത്ത് സത്യം പറഞ്ഞില്ല അളിയാ. എന്റെ പൊന്നിനെ ഒന്ന് വിളിക്കട്ടെ. വനജേ, എന്റെ പൊന്ന്, നീ അറിഞ്ഞ ഞാൻ ഇപ്പൊ ഉടനെ ചാവുപടി. ഞാൻ ഉടനെ ചാവും. എന്റെ ആത്മാവിന് ശാന്തി വേണം. അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ വന്ന് പറഞ്ഞ് പോന്നില്ലേ ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും. ഞാൻ ഗുരുവായൂർ പോണേ അല്ല, നീണ്ടകരെ പോണ. അവിടെ നീ കൂടാതെ ഒരു പെണ്ണുമ്പുളെ 4 അമക്കം ചെറുക്കനും ഉണ്ടടി. എന്റെ പൊന്നെ, ഞാൻ ചത്താലും നീ അവർക്ക് ചെലവിന് കൊടുക്കണം. എന്റെ പൊന്നെ, എന്റെ ഉമ്മ അറിയാ. എടാ സമാധാനമായടാ, എനിക്ക് സമാധാനമായി. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞതാ, ഇനി എനിക്ക് മനസമാധാനമായിട്ട് ചാവാം. അടങ്ങടാ. എടാ നിന്റെ മോൻ പറഞ്ഞിട്ട് അവനും ആ പെണ്ണിന് ഇതിനകത്ത് കയറാൻ വേണ്ടി അവൻ പറഞ്ഞു തന്നൊരു നാടകമായത്. നീ ചാവത്തില്ല. ജീവനത് ചാവത്തില്ലേ? ഒരുപാട് കഴിഞ്ഞു, ഇന്നത്തെ നീ ചത്തില്ലല്ലോ. ചാവത്തില്ല. അവിടെ ചെന്ന് തിരുവാതിരയും കളിച്ച് വായി വരുന്ന എല്ലാം പറയുകയും ചെയ്ത്. മഞ്ജു ചേച്ചിയെ, കുഞ്ഞെ, നേരത്തെ എന്തൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞില്ലേ? ഇങ്ങനൊന്നുമില്ല. അപ്പൊ നിന്റെ ഭാര്യ എടുത്ത് പറഞ്ഞതാ? പഞ്ചമാമി, ഞാൻ എന്റെ ഭാര്യ എടുത്ത് പറഞ്ഞല്ലോ ദൈവമേ. ഞാൻ ഒരു കാര്യം പറട്ടെ, എന്തായാലും ചേച്ചി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഭാര്യ എനിക്ക് തരാനുള്ള തരും.
ഞാൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പറഞ്ഞ് വൈരാഗ്യം വെച്ചോണ്ടിരിക്കരുത്. ഞങ്ങൾക്ക് രണ്ടിനും തരാനുള്ളതും തരണം. കയ്യോടിഞ്ഞ് എടാ ഇങ്ങനെ താങ്ങും തൂങ്ങി നിന്നിട്ട് കാര്യമില്ല കേട്ടോ. എന്താ 3 ലോഡ് മണ്ണാണ് ഇത് കയറ്റി വിടുന്നത്. 3 ലോഡ് മണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കിടിലൻ ലോഡായിരിക്കണം, എന്നാലേ കാശ് കിട്ടത്തോളൂ. അറിയാലേ? അറിയാം. പിന്നെ അത് മാത്രമല്ലടാ, ഒരു 10-15 മിനിറ്റ് നമുക്ക് വെള്ളത്തിനടി മുങ്ങി കിടക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു കഴിവാ. അടിപൊളി. ആദ്യം തന്നെ ലോജിക്കങ്ങ് അടച്ചു. ഇനി നമ്മൾ വെള്ളത്തിലോട്ട് ചാടും, അവിടെ കിടന്ന് സംസാരിക്കും, എല്ലാവർക്കും മനസ്സിലായി. നമുക്ക് തുടങ്ങാം. മുങ്ങി അങ്ങോട്ട് വാരടാങ്ങോട്ട്, അങ്ങോട്ട് നല്ലൊരു കൊട്ടങ്ങ് വാരങ്ങോട്ട്. അതാ വെള്ളമില്ല, എന്നിട്ട് വെള്ളം ഉള്ള പോലെ അവൻ കളിച്ച് കയറ്റുന്നുണ്ടോ? അതാണ് ആർട്ടിസ്റ്റ്. എടാ എടാ ആ ലോജിക്ക് അടഞ്ഞടാ കേട്ടാ. മിടുക്കൻ വാരാങ്ങോട്ട്. വാരി കോരി ആ അവര് കൊണ്ടുപോവാ. ദൈവമേ അച്ചു കണ്ട് പറിക്കെടുത്താൻ തോന്നവൻ. പുയ്യാനെ ഇതിനേക്കാളും കോരുവല്ലടാ ഇത്. ഒരു ഇച്ചിരി കോരിക്കണ്ടോ? ശ്വാസം പിടിച്ച് മുങ്ങടാ. എനിക്ക് മുങ്ങാൻ വയ്യണ്ണ. എടാ നിന്നോടാ പറഞ്ഞ മുങ്ങിക്കൊല്ലടാ. അണ്ണ എനിക്ക് മുങ്ങാൻ വയ്യെന്ന്. നീ വലിയ വെള്ളത്തിലെടുത്താ നിനക്ക് മൈക്രോ ഫിനാൻസിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഇന്ന് മുങ്ങിയ നീ ചാവുന്നിടം വരെ പൊങ്ങത്തില്ല. നിനക്ക് ലോൺ വേണോ മണ്ണ് വേണോ? എനിക്ക് മണ്ണ് മതി. മര്യാദക്ക് മുങ്ങടാ. ഞാൻ കള്ളവല്ലെന്ന് പറഞ്ഞത്. ഇവന് ഇവിടെ ശ്വാസം പിടിക്കാൻ അവന് ഭയങ്കര മടി. അവനൊരു ഒരു പെണ്ണുണ്ട്, ഒരു പ്രേമിച്ച പെണ്ണ്. അതിന്റെ പുറമെ ശ്വാസം പിടിച്ച് കിടക്കുമ്പോ അവന് ഒരു കുഴപ്പമില്ല. അവന് തട്ടം കൊണ്ട് 3 ലോഡ് കയറ്റണം. അറിയാവോ? ഇനി ആ പെണ്ണിന്റെ കാര്യം എന്റെ അടുത്ത് പറയരുത്. എന്താ? അവളെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാ? ഓ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും അവന്റെ സമയത്ത് കിട്ടുമല്ലോ പണിക്ക്. അണ്ണാ പക്ഷെ ഞാൻ കല്യാണത്തിന് പോയെണ്ണ. കല്യാണത്തിന് ഞാൻ പോയി. ഇവിടെ വൃത്തിയായിട്ട് വിളിക്കാത്ത കല്യാണത്തിന് എന്തിനാ പോയത്? പ്രതികാരം ചെയ്യണ്ടേ? അത് ചെയ്യണം. ഞാൻ ഒരു കൂടെ മണ്ണുമായിട്ടാ പോയത്. എന്തിനടാ? ആ സദ്യക്കിടാൻ കല്യാണം കുളവാക്കാൻ വേണ്ടി. എന്നിട്ട് നീ മണ്ണ് വാരി ഇട്ടാ? ഇല്ലണ്ണ, ഞാൻ അവിടെ ചെന്നപ്പോ വെന്ത് കിടക്കുന്ന പ്രഥമനകത്ത് ഉപ്പ് വാരിയിടാൻ 16 അവന്മാര് നിൽക്കുന്നു. ആ പെണ്ണിന്റെ പേരെന്തോടാ? ദേവൂട്ടി. ദേവൂട്ടി. ഇത്രയും പേരെ തേച്ച ദേവൂട്ടി അല്ലത്, തേപ്പോട്ടി. അങ്ങനെ വേണം ഇടാനാ. ഷൂട്ട് നടക്കില്ല, ഫീൽഡ് ഒന്ന് ക്ലിയർ ചെയ്യണേ. ഷൂട്ട് നടക്കില്ല, ഇതാരാ അവിടെ നിൽക്കുന്നതല്ല. അവിടെ എന്തുവാ അവിടെ? അണ്ണാ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും അവിടെ. എന്റെ ദൈവം തമ്പുരാനെ, ഒന്നാമതെ പാസ് ഇല്ലാതെ മണല് വരുവാ. ഇനി അവര് ഷൂട്ട് ചെയ്ത് വലിയ തിയേറ്ററിനകത്ത് നമ്മളെ കാണിക്കുവാടാ. അതൊന്നും കാണിക്കത്തില്ലണ്ണാ. ഞാൻ കുറെ കാലം ഈ കടവിൽ ജോലി ചെയ്തല്ലേ, പിന്നെ ഞാൻ കളഞ്ഞിട്ടങ്ങ് പോയി. ഇപ്പൊ പിന്നെ പഴയ കടവിൽ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അടങ്ങി ഒതുങ്ങി എന്റെ കൂടെ നിന്നോണം. ഈ വെള്ളത്തിനടി പോസ്റ്റ് ഓഫീസ് ഉണ്ടോടാ? എന്താ നിനക്ക് കണ്ട ആരോ കത്തുമായിട്ട് വന്നേക്കുന്നു. അണ്ണാ കത്തെന്ന് പറഞ്ഞല്ല, പിന്നെ ആ ഡയറക്ടർ കട്ടെന്ന് പറഞ്ഞ ക്ലാപ്പ് ബോർഡ് അടിക്കുന്ന പയ്യ അയാളെ നാക്കി വെച്ച് അടിച്ചു കൊടുത്തു, മുറിഞ്ഞു പോയി. ഇപ്പൊ കട്ടെന്ന് പറയുമ്പോ കത്തെന്ന് കേൾക്കുന്നു. മര്യാദക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ നാക്ക് മാത്രമല്ലടാ പോയത്, കുറുനാൾക്ക് ഉപ്പട പോയെന്ന് തോന്നടാ. ഭയങ്കരമായിട്ട് തെറ്റിട്ട് വിളിക്കാറുണ്ട്. സൈക്കോടാ സൈക്കോ. കൂടെ കൂടെ ചാടാ. ഇവ ആമയാന്നോ പോയി? അടിപൊളി. കൊണ്ടുപോടാ. ഞാൻ വേറൊരു കാര്യം, എനിക്കൊരു സംശയം. അവന് തുടങ്ങി. അവൻ PSCയുടെ ക്വസ്റ്റ്യൻ അവനൊക്കെ സംശയമാകുന്നു. അണ്ണാ പിന്നെ ഈ കറണ്ടിനാണാ വില, മണലിനാണാ വില? പിന്നെ കറണ്ടിന് വില. കറണ്ടിനല്ലേ വില? അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് എവിടുന്നാ ഉണ്ടാവുന്നേ? എടാ എല്ലാവർക്കും അറിയാലോ, വെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് ഉണ്ടാവുന്നത്. എന്നാ നമുക്ക് മണൽ വാരലങ്ങ് നിർത്താം, എന്നിട്ട് വല്ല ബിസിനസ് ചെയ്യാനായിരിക്കും അല്ലേ? നമുക്ക് ഈ വെള്ളം കോരി മറിച്ച് വിൽക്കാം. നല്ല കാശ് കിട്ടും. നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നത്? ഇല്ല, വെള്ളത്തിൽ ചാടി ചെവി അടഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം കേൾക്കണ്ടല്ലോ. അത് വല്ലാത്ത പണിയായപ്പോ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങളിത്ര കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. എന്താടാ? ഇന്നലെ നിങ്ങളുടെ വീടിനടുത്ത് പുനലൂർ വന്നപ്പോഴേ നിങ്ങൾ ആനയെ മേടിച്ചല്ലേ? ആര്? ഞാനാ? ഓ എടാ പോടെ, ഞാൻ മേടിച്ചത്. അവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ ഇരിക്കുന്നില്ല ആനയുടെ കൂടെ ഇരിക്കുന്ന, നീ കണ്ടായിരുന്നത്? ഓ ആന മേടിച്ചൊന്നുമല്ല, അതൊരു മത്സരം വരുന്നത്. എന്താ മത്സരം? മത്സരം എന്ന് പറഞ്ഞാൽ അബ്ബൂ സലീമിന്റെ കൂട്ടിരിക്കുന്ന ഒരു ആനയുടെ ഈ ആനയുടെ തല ഇങ്ങനെ കുനിക്കണം, അതായിരുന്നു മത്സരം. എടാ 14 ജില്ല ഉണ്ടായിരുന്നല്ലേ? ഈ 14 ജില്ലന്ന് ആൾക്കാർ വന്നടാ കേട്ടാ, ഇതിന്റെ തല കുനിക്കാൻ വേണ്ടി. ആരും വിചാരിച്ചിട്ട് ആന തല കുനിക്കുന്നില്ല, ഇങ്ങനെ നിൽക്കുവാ. ATM കൗണ്ടറിലെ സെക്യൂരിറ്റി ഇരിക്കുന്ന പോലെ. അവിടെ എന്റെ ബുദ്ധി, ഞാനെ കൊണ്ട് ചെന്നടാ. എന്നിട്ട് ഈ ആനയുടെ ബാക്കി കൂടെ ചെന്നിട്ടേ അടിയിൽ കൂടെ കൈയിട്ട് പള്ളക്ക് 2-3 ഇക്കള്. അപ്പോഴ് കാട്ടി നിൽക്കുന്ന മൃഗമല്ലേ ഇത്, ഇങ്ങനൊക്കെ ആരെങ്കിലും ചെയ്തു കൊടുക്കൂ? ആനക്കങ്ങ് സുഖിച്ച് ഇത് ആരാ ചെയ്തെന്നറിയാൻ വേണ്ടിയേ ആന ഇങ്ങനെ കുടിഞ്ഞു നോക്കിയതാ.
എനിക്ക് 10,000 രൂപ കിട്ടി. 10,000 രൂപ. ഇതേ കണക്കൊരു ബോർഡ് കരുനാപ്പള്ളി ജംഗ്ഷൻ ഇരിക്കുന്നുണ്ടല്ലേ? കരുനാപ്പള്ളി ജംഗ്ഷനിൽ ഇതേ ഫ്ലെക്സ് നീ ഇരിക്കുന്നു. കണ്ടായിരുന്നോ ഇത്? ഞാൻ കണ്ട്. എടാ അവിടെ ചെന്നപ്പോ ഏറ്റവും കോമഡി എന്തെന്നറിയോ? ആ. ഈ പഴയ ആന തന്നെയായിരുന്നു പുനലൂര് വെച്ച. അത് അവിടെ എന്തെന്നറിയോ? തല ഇങ്ങനെ കുനിക്കുന്നല്ലായിരുന്നു മത്സരം, പിന്നെ തല ഇങ്ങനെ ആട്ടണം. ആഹാ. അതായിരുന്നു 14 രൂപ. 14 ജില്ലയിൽ നിന്ന് ആൾക്കാർ വന്നിടാ. മൂക്കേപ്പൊടി ഇടുന്നു, ചെവിക്കകത്ത് കമ്പിടുന്നു, ആന തല കുടയുന്നില്ല. പിന്നെ എന്റെ ബുദ്ധി ഞാനൊക്കെ അണ്ണ എന്തോ ഇത് എടാ ഈ കവച്ചിരിക്കുന്ന ഏണി ഉണ്ടല്ലോ, ലാഡർ. അതെ പഴയ ആനയാണല്ലോടാ. ഞാൻ പതുക്കെ ഈ ആനയുടെ അടുത്തോട്ട് ഈ ചെവിയുടെ സൈഡിലോട്ട് ഈ ഏണി നിരക്കി വെച്ചിട്ട് ആനയുടെ ചെവി പറഞ്ഞു, ഇന്നാള് പുനലൂര് വെച്ച് ചെയ്ത പോലെ അടിയിൽ കൂടെ കൈയിട്ട് ഇക്കളാക്കി തരത്തേന്ന്. എന്നാൽ ആന സുഖിച്ച കാര്യം ഓർത്ത. അപ്പൊ ആന ആക്കിത്തമ്മോ ആക്കിത്തമ്മോ ആക്കിത്തമ്മം. എടാ ഓവർടൈം പുള്ളി തല വിളിക്കാം, പലിശ ഉൾപ്പെടെ വെക്കണോ? അയ്യോ ഭയങ്കര സംഭവമായി പോയി കേട്ടോ. അങ്ങോട്ട് പോകലടാ, ഫ്രണ്ടോട്ട് പോ, ഫ്രണ്ടോട്ട് പോ, ഫ്രണ്ടോട്ട് പോ, ഫ്രണ്ടോട്ട് പോടാ പോടാ. അണ്ണാ ഇനി നമ്മള് മണല് വാരി നടു കൊടുക്കണ്ട. എന്താ നിധി കുംഭം കിട്ടി. എവിടെ നിധി കുംഭം കിട്ടി. ആരുടെ അസ്ഥി എടുത്തോണ്ട് വന്നേക്കുന്നേ? അയ്യോ എന്തെല്ലാം കർമ്മം ചെയ്ത് ഒഴിക്കോട്ടെ താനും വളര്. അപ്പൊ അയ്യോ ഞാൻ ഇനി എന്താ സമാധാനം പറയട്ടെ ദൈവം? ഈ ആത്മാവിനോട് ഞാൻ എന്ത് പറഞ്ഞു ദൈവമേ? അയ്യോ ദൈവമേ, ഈ അഴുക്ക പാളുവിനെ അറിയാതെ പറ്റിപ്പോര അവസ്ഥ വന്നേ. എടാ ഇതിനകത്ത് അസ്ഥിയല്ലടാ, പിന്നെ ഇത് കുടം ബിരിയാണിയാ. അപ്പൊ അസ്ഥിയ അത് കരയിലും കണ്ടിരിക്കുവാ, ഒഴിക്കുവിന് മാറിപ്പോയെന്ന് തോന്നണം. നീ ഒരു കാര്യം ചെയ്യ്. ഇതിനകത്ത് ചിക്കൻ ഒരു പീസ് ഇരിപ്പുണ്ട്, നീ അതങ്ങ് ഒഴിക്കുക. ആ കോഴിയുടെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടത്. നിങ്ങൾ ഭയങ്കര സ്റ്റൈല് തന്നെ കേട്ടാ. എന്തുടാ നിങ്ങൾ ഇടുപ്പിലെന്താ ചോറ് കൊണ്ടുവരുന്ന പൊതിയാ? അത് വേറെ സംഭവമാണ്. നീ കണ്ടല്ലേ കേട്ടെ? കൂളിംഗ് ഗ്ലാസ്. ഇതെവിടുന്ന്? ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാ? അല്ലല്ല, പിന്നെ സിനിമാ താരം ബിപിൻ ജോർജ് ഇല്ലേ, ബിപിൻ ജോർജ് വെച്ചതാ. നിങ്ങള് രണ്ടുപേരും ഭയങ്കര കമ്പനിയാ. എന്നെ അറിയത്ത് പോലുമില്ല പുള്ളിക്ക്. പിന്നെ ആ പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കയറിയപ്പോ വെളി ഊരി വെച്ചതാ, ഞാൻ അടിച്ചു മാറ്റിയതാ. അത് മാത്രമല്ലെന്ന്, പുള്ളിയുടെ എല്ലാ സാധനം ഞാൻ എടുത്തു വരും. പുള്ളിയുടെ ഫോണ്, പേഴ്സ്, വണ്ടിയുടെ ചാവി, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടടാ. നീ പിടിച്ചേ, ഒരു പേപ്പറാന്നല്ലോടാ അത്. എന്തുകൊണ്ടാ അതിനകത്ത്? നീ എനിക്കായി കാത്തു നിന്നില്ലേ? അതെന്തുകൊണ്ടാ? എടാ ഈ പുള്ളി ലോകം മൊത്തം ഈ പാട്ട് പാടിക്കൊണ്ട് കിടക്കുക, എന്നിട്ടും കാണാതെ പഠിച്ചില്ലേ? എഴുതി വെച്ചേക്കുവാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാന് അറിഞ്ഞു വെച്ചോണ്ട് എടുത്തത് അല്ലെങ്കിലേ ഇത് പാടിക്കഴിഞ്ഞ ഒരു പഞ്ചായത്ത് മൊത്തം നശിക്കും. അങ്ങനെ കണ്ടു പാടാ. ഇത് മോശമായിപ്പോയി. പേഴ്സും പാട്ടും എല്ലാം എടുത്തല്ല. ഓക്കെ, ഈ മൊബൈൽ എന്തിനാ എടുത്തത്? മൊബൈലാ? പിന്നെ മൊബൈൽ എടുത്ത് എന്ത് കുഴപ്പമില്ല? മൊബൈൽ എടുത്താൽ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? ഇഷ്ടം പോലെ വർക്കൊക്കെ ഉള്ളതാ. വർക്കുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ വർക്കുണ്ട്, കാശുണ്ട്. കാശുണ്ടോ? ആവശ്യമുള്ള പൈസ ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചോദിക്കണ്ട, എപ്പോ ഒരു പണി ഞാൻ കൊടുക്കാല്. അത് അവളോടാ കളി. മറ്റുള്ളവരോട് സന്തോഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഹലോ, ഇൻകം ടാക്സിന്റെ ഓഫീസാണോ? ഞാൻ ബിപിൻ ജോർജ് ആണ്, സിനിമാ താരം. എനിക്ക് ഇഷ്ടം പോലെ കാച്ചുകൊണ്ട് പൂത്ത കാച്ചുണ്ട്, സമയം കിട്ടാൻ വന്ന് പോക്കിക്കോ. എന്തോ ഞാൻ മാത്രമല്ല, കോട്ടയത്തെ ഒരു പുള്ളിയുണ്ട്, അതിനും പൊക്കിക്കും. അങ്ങനെ കണ്ട ഇവിടെ ഇവനെന്ത് വേണം? ഇവൻ പരാലാന്ന് പറയുന്നത്. മതി 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 മതി. അടാ അങ്ങ് തട്ടിയില്ലടാ, അത് ഇനി ഉണങ്ങണോടാ അത്. അണ്ണാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നീ എന്താ ചോദിച്ചേ? ഈ സാധനമൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യമുണ്ട്? വല്ല ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടിലോ ആശുപത്രിയുടെ മുന്നിലോ വീടിന്റെ വരാന്തയിലൊക്കെ ഇരുന്ന് പറഞ്ഞാൽ കേറൂലേ? എടാ അതൊക്കെ വന്ന പ്രതലപാടാ, അത് ക്ലീശയാ. ഇതിവിടെ കറക്റ്റാ സേഫാ. മണ്ണ് വരുന്നുണ്ട്, വെള്ളമുണ്ട്, മണല്, ഇവിടെ നമ്മള് സേഫാ. ഇതാ കറക്റ്റ് പ്രതലം. പിന്നെ ആണെങ്കിൽ അയ്യോ എന്നൊരു കാര്യം, അണ്ണ ഇത്തിരി മുങ്ങ്. ഞാൻ മുങ്ങുന്ന കാണണോ? നീ കേറാത്തൊരു സാധനം പറ, ഒരു ഇപ്പൊ ഞാൻ മുങ്ങുന്ന കാണിച്ചു തരാം. നമ്മൾ രണ്ടുപേരുടെ വെള്ളത്തിനകത്ത് മുങ്ങി കിടന്നാലേ ഈ കരയിരിക്കുന്നവർക്ക് ബ്ലും ബ്ലും എന്നേ കേൾക്കുള്ളൂ. ആണോ? അപ്പൊ പിന്നെ ഒരാൾ കരയിരിക്കണ്ടേ? ഞാൻ ഉള്ള കൂന ആക്കിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആക്കി ഇറങ്ങാൻ അങ്ങോട്ട്. രണ്ടും കൂടെ ഇറങ്ങാം. ഞാൻ നിലവെള്ളം ചവിട്ടിക്കോളാം. ഒരു മിനിറ്റ്, ഞാനും വരാം. ഞാനും വരാം. ജലദോഷവാ. എന്തുകൊണ്ടാ കയ്യിൽ?
എടാ എന്തുകൊണ്ടാ? ഒരു പേപ്പർ കിട്ടിയടാ. അയ്യോ, ഇത് മറ്റേ ആൾക്കുള്ള ഒരു ജാതകം വല്ലതും ആയിരിക്കും. അല്ലടാ, ഇത് ബമ്പർച്ചിയിലെ ഏതോ ഗ്രൂമേഴ്സിന്റെ കേറാത്ത സ്ക്രിപ്റ്റ് കൊണ്ട് വെള്ളത്തിൽ മുക്കി ഇട്ടേക്കുവാ. അയ്യോ, ജലം മലിനമാക്കാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്, അങ്ങനെ തൂക്കണ്ട, എന്നോടാ കളി. ഇതെന്തുകൊണ്ടാ? 4 സൈഡിലോട്ട് പോട്ടെ. ഇതെന്താ 4 സൈഡിലോട്ട് കീറിയിട്ടത്? വേറെയും ചാനലുണ്ടല്ലോ, അവിടെയും പുത്തിയില്ലാത്ത ഗ്രൂമേഴ്സ് ഉണ്ട്, എടുത്ത് ഉപയോഗിക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, ഈ ബിജോത്തിന്റെ ഫോൺ ചല്ലി വന്നിട്ടാ. മീൻ കൊത്തുന്നുണ്ട് കേട്ടോ. മോനെ, എവിടെയാ സൗണ്ട്? മോനെ, ഇവിടെ നോക്കോ മോനെ, ഇവിടെ നോക്കോ മോനെ. സിനിമക്കാരനല്ലേ ലാലേട്ടാ? എന്താ മോനെ? ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ മണ്ണ് വരാൻ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കടവിൽ പോയി. അയ്യോ അയ്യോ മോനെ, ഞാൻ അങ്ങനെ വന്നതല്ല. ഞങ്ങളെ മനസ്സിലായ ലാലേട്ടന്? ഇല്ല മോനെ, എനിക്ക് മനസ്സിലായില്ല. മറ്റേ ഗുരുവിന്റെ കവറിൽ ഒരു പിടി പച്ച മണ്ണുവാരിയിടെന്ന് പറഞ്ഞില്ലേ? അതെ മോനെ, ആ മണ്ണുവാരിയെ ഞങ്ങളാ. അയ്യോ മോനെ, അറിയത്തില്ല മോനെ. അത് മാത്രമല്ല ലാലേട്ടാ, ഇപ്പൊ മമ്മൂക്ക ഞങ്ങക്ക് ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എന്താ മോനെ? മറ്റേ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണ്ണ് കയറ്റി വിടല്ലേ, അതിന്റെ ആൾക്കാർ ഞങ്ങളാ. അതന്നെ, രണ്ടിനോടിപ്പോ കോരിക്കൊണ്ടിരിക്കുക. മോനെ, ഞാൻ അതിന് വന്നതല്ല മോനെ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു പുതിയ സിനിമ നരസിംഹം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. അതില് വിജയകുമാർ മേളിൽ നിന്ന് ദേ കാണുന്ന പറയുമ്പോ ഞാൻ പൊങ്ങി വരാൻ വേണ്ടി താഴെ ഇരിക്കുന്നേ മോനെ. അങ്ങനെ ഇരിക്കുകയാണ്. ദേ കാണുന്നു മോനെ. ആരെങ്കിലും ഒന്ന് പോയി നോക്കുക, പുള്ളി വിളിക്കുന്നോന്ന്. ദേ കാണുന്ന വന്നാലേ പൊങ്ങാൻ പറ്റൂ. ആ മേളിൽ പോയി നോക്കിയാ അവിടെ കറക്റ്റാ തോന്നുന്നു. ഞാൻ ആ സമയം കൊണ്ട് ഇലക്കാത്തൊരു ഓട്ടോഗ്രാഫ് ഓടിക്കാം. മോനെ ഒന്ന് നോക്കോ മോനെ. ദേ കാണുന്ന പറഞ്ഞോ മോനെ. എന്തുവായടാ? എന്തുവായ അവിടെ? ആ പുള്ളി തെറ്റിച്ചോണ്ടിരിക്കുവാ. എന്തോന്ന്? ആ പുള്ളി തെറ്റിച്ചോണ്ടിരിക്കുവാന്ന്. രാജേട്ടാ, എന്താ മോനെ? ആ പുള്ളി അവിടെ തെറ്റിപ്പൂ പറിച്ചോണ്ടിരിക്കുവാന്ന്. എന്താ മോനെ? എന്തോടെ അവിടെ? അതെ, രാജേട്ടാ അവിടെ ഇരിക്കട്ടെ, ശല്യം ചേട്ടാ. അയ്യോ അയ്യോ, ഇത്രയും ഞാൻ കിടന്ന് നീന്തിയിട്ടില്ലടാ. അയ്യോ അണ്ണാ, അണ്ണാ എന്തുവാടാ? കണക്ഷൻ പേപ്പർ പോയിണ്ട്. കൺഷൻ പേപ്പർ? കണക്ഷൻ പേപ്പർ പോയി. എവിടെ പോയി? വെള്ളത്തിൽ പോയി. ദൈവം തമ്പുരാനെ, അടുത്ത പറയാനുള്ള ഡയലോഗ് കൺഷൻ പേപ്പർ തോണ്ട് വെള്ളത്തിൽ പോയി. കൺഷൻ പേപ്പർ പോയി നമുക്ക് കളിച്ചു തരണം, അതാണ് ആർട്ടിസ്റ്റ്. അല്ല ഒരു പേപ്പർ പോയെന്ന് പറഞ്ഞ് തന്നെ പോലെ കളിച്ചു തരണോടാ. ഞാൻ ഒരു കാര്യം പറ്റേ, ഒരു കണക്ഷൻ പേപ്പർ പോയി. ഈ പോയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറ്റേ, നമ്മൾ പെട്ട് ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ. മഞ്ജു ചേച്ചി, ഇക്ക, ഭായ്, വിപിൻ ഭായ്, അപ്പൊ ഞങ്ങളുടെ ഒരു കണക്ഷൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയാൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ അത് ഇല്ലാതെ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പാടാ. അതുകൊണ്ട് ഞാൻ ഈ കണക്ഷൻ പേപ്പർ പോയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ ഒരു 3 പേരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ബാക്കി